ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കൊല്ലം ജില്ലയിൽ ചടയമംഗലത്തുള്ള ജഡായിപ്പാറയിൽ ഞങ്ങളിന്ന് പോയിരുന്നു. അപ്പോൾ അവിടെ കണ്ട വിശേഷങ്ങളും അവിടെയുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞങ്ങൾ പോയിരുന്നത് ഒരവധി ദിവസമായിരുന്നു. എൻ്റെ പൊന്നോ, ഭയങ്കര തിരക്കായിരുന്നു. കാല് കുത്താനായിട്ട് ഇടയില്ലാത്തതുപോലുള്ള തിരക്കായിരുന്നു. ടിക്കറ്റ് എടുക്കാനൊക്കെ ഒത്തിരി ബന്ധപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ടിക്കറ്റൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ നടന്ന് പതുക്കെ നീങ്ങുന്ന ഒരു രംഗമാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഈ ജഡായിപ്പാറ കാണാനായിട്ട് മേലോട്ട് കയറി പോകുന്ന സ്ഥലത്ത് നമ്മുടെ കയ്യിൽ കുപ്പികളോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനങ്ങളും നമ്മുടെ കയ്യിൽ പാടുള്ളതല്ല. പ്ലാസ്റ്റിക് നിരോധന ഏരിയയാണ്. അപ്പം അതൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രത്യേക ഒരു സ്ഥലത്തോട്ട് ചെല്ലും. അവിടെ ചെന്ന് അവർ നമ്മളെ മുഴുവനും നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളും ബാഗൊക്കെ തുറന്ന് കാണിക്കാൻ പറയും. അതൊക്കെ കാണിച്ചതിന് ശേഷമേ നമ്മളെ അകത്തോട്ട് കടത്തി വിടുകയുള്ളൂ. ആ ചെന്ന് കാണുന്ന ബിൽഡിങ് ഒരു ഗ്ലാസ് ഇട്ട ഒരു ബിൽഡിങ്ങാണ്. അതായത് ചരിഞ്ഞ് ഇങ്ങനെ അങ്ങ് നിൽക്കുക. അതിപ്പം ചരിഞ്ഞ് വീഴുന്നത് പോലെ നമുക്ക് ഉള്ള ഒരു ഫീലിങ് ഉണ്ടാവും. പക്ഷേ അതങ്ങനെയാണ് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം. അതൊരു രസമുള്ള കാഴ്ചയായിരുന്നു കേട്ടോ. ആ ബിൽഡിങ്ങിൻ്റെ അകത്തൂടെ ഞങ്ങൾ അങ്ങ് അകത്തോട്ട് കയറി അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കേബിൾ കാറെ കയറാനായിട്ടുള്ള ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമായി. അവിടെ ചെന്നും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. വളരെ തിരക്കായിരുന്നു. കുറേ നേരം നിന്നിട്ടാണ് ഞങ്ങൾക്ക് ടിക്കറ്റൊക്കെ കിട്ടിയത്. പിന്നെ ഞങ്ങളെ അവിടുന്ന് പിന്നെ വേറൊരു റൂമിലേക്ക് കൊണ്ടിരുത്തി. ആ റൂമിൽ അവിടെ ഇരുന്നാൽ അവിടെ കാപ്പി ചായ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. ബാത്റൂമുണ്ട്. എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു AC ഇട്ട ഭയങ്കര വലിയൊരു റൂമായിരുന്നു. പിന്നെ അവിടെ ഇരുന്നാൽ ഈ ജഡായിപ്പാറയിൽ നടക്കുന്ന സംഭവങ്ങൾ, ആൾക്കാർ അവിടെ ചെന്ന് കാണുന്നത്, അവിടെ നടക്കുന്ന ഗാനമേള, അവിടെ ഒത്തിരി പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക് അവിടെ ഒരു TV-യിൽ കൂടി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പം നമ്മൾ ചെന്നാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവിടെ കാണുകയും കേൾക്കുകയും ചെയ്യും. ലൈവായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് അതിൽ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അധികം സമയം അവിടെ ഇരുന്നാലും ബോറടി ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കേബിൾ കാറൊക്കെ കയറാനായിട്ട് നമ്മളെയും വിളിച്ചു. നമ്മൾ പിന്നെ അങ്ങോട്ട് നടന്നുപോയി. അങ്ങനെ ഞങ്ങൾക്കും പോകാനുള്ള കേബിൾ കാർ വന്നു. ഞങ്ങളും പതുക്കെ അതിൻ്റെ അടുക്കലോട്ട് നീങ്ങി. പെട്ടെന്ന് അത് പതുക്കെയാണ് വരുന്നുവെങ്കിലും പെട്ടെന്ന് നമ്മൾ കയറാം കേട്ടോ. നമ്മൾ കയറി പെട്ടെന്ന് നമുക്കൊരു ആശങ്ക എവിടെ ഇരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടിക്കയറിയൊക്കെ ഇരുന്നു. നമ്മൾ ആ കയറുന്ന ആ സ്ഥലം വരുമ്പോഴത്തേക്ക് ഇത് പതുക്കെ ഡോറങ്ങ് തുറക്കും. നമ്മൾ പതുക്കെ അതിനകത്തോട്ടം കയറിയാൽ മതി. അങ്ങ് ചെന്ന് കഴിയുമ്പോഴും അതുപോലെ തന്നെയാണ്. ഇറങ്ങുന്ന സ്ഥലം വരുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അതിൽ കയറിയുള്ള ആ യാത്ര. അതേ കയറി കഴിഞ്ഞപ്പം ചെറിയൊരു ഭയവും ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങളൊക്കെ ചുമ്മാതെ ഒരു തമാശ രീതിയിലൊക്കെ അതിനകത്തിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തു. ഇതങ്ങോട്ട് വിടുമ്പോഴേ നല്ലതായിട്ടൊരു കുത്ത് കയറ്റത്തോട്ടാണ് നമ്മൾ കയറി ഇങ്ങനെ പോകുന്നത്. കുറച്ച് ദൂരം മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒരു ഹെലിപ്പാഡ് അവിടെ കണ്ടിരുന്നു. ഇതിൻ്റെ അകത്ത് ഇന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് അത്ര ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ. ഗ്ലാസിൻ്റെ അകത്തൂടെയാണ്, ഒരു ചെറിയൊരു മൂടലുണ്ട്. അതുകൊണ്ട് ശരിയായിട്ടുള്ള വീഡിയോ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. കേബിൾ കാറിനെ കുറിച്ച് പറയുവാണെങ്കിൽ 16 എണ്ണമാണ് 4 സെറ്റായിട്ട്. അത് പതുക്കെ ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ വരും. അപ്പോൾ 6 പേർക്ക് വെച്ച് ഒരു കേബിൾ കാറിൽ കയറാം. നമുക്ക് സുഖമായിട്ട് ഇരുന്ന് പോകാം. അത് ഒത്തിരി തിക്കൊന്നുമില്ല. നല്ല ഇരിക്കാൻ തന്നെ നല്ല ഒത്തിരി ഇടകൾ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് പോകുന്നത് കുറച്ച് സ്പീഡിൽ പോകും. പിന്നെ കുറേ സ്ഥലം ചെല്ലുമ്പോഴത്തേക്ക് സ്പീഡൊന്ന് കുറയ്ക്കും. ആ സ്പീഡ് കുറയുന്ന സമയത്ത് ആ മേലിൽ നിന്ന് കാണുന്നുള്ള ആ വ്യൂ വളരെ മനോഹാരിതയാണ്. പ്രകൃതി സൗന്ദര്യം വളരെ നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ഞങ്ങളും ആ വലിയ പക്ഷി ശില്പത്തിൻ്റെ അടുത്ത് എത്തി. കുറച്ച് സ്റ്റെപ്പുണ്ട് കേട്ടോ, നടന്ന് കയറണം. ശില്പത്തിന് ചുറ്റും നമ്മൾ ഇങ്ങനെ കണ്ട് ശരിക്കും വലയം വെച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെ ആ സ്ഥലത്ത് തന്നെ നമ്മൾ എത്തിച്ചേരും. അതിന് ചുറ്റും നമ്മൾ നടക്കുമ്പോൾ തന്നെ ചെറിയൊരു സംഗീതം അതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാവും. നമുക്കത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ലതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റും. ചിലയിടത്ത് ചെല്ലുമ്പോൾ നല്ലതായിട്ടത് നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും.
ഈ ശില്പം ഉണ്ടാക്കിയ വ്യക്തിക്ക് നമ്മളൊരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷിയുടെ നഖങ്ങളും ചുണ്ടുകളും എല്ലാം നമുക്ക് നല്ല ഒറിജിനലായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ കൂർത്തിരിക്കുന്ന നഖങ്ങൾ, അതുപോലെ തന്നെ കണ്ണുകൾ, അതെല്ലാം തുറന്ന് നല്ല വൃത്തിയായിട്ടിരിക്കുന്നതായിട്ട് നമ്മൾക്ക് ശരിക്കതറിയാം. അതിൻ്റെ നല്ല എന്താ ഭാവം നമുക്കവിടെ ചെന്നാലേ മനസ്സിലാവുള്ളൂ. അത് ആ വെട്ടറ്റ് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഭാവം പോലും അത്ര കൃത്യമായിട്ടാണ് ആ ശില്പി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു പക്ഷിയുടെ ശില്പം അവിടെ ഉണ്ടാക്കി അത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കഴിവ് തന്നെയാണ്. ഈ പക്ഷിയെ ചിന്തിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കാണുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാനത് ഉണ്ടാക്കിയ ആളിനെ അവിടെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി കേട്ടോ. അത്ര നല്ല മനോഹരമായിട്ടാണ്, അത്ര നല്ല ഭംഗിയിലാണ് അതിൻ്റെ ശില്പം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ കാപ്പിയും ചായയും നാരങ്ങാ വെള്ളവും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. നമ്മൾ ഇതൊക്കെ കണ്ടങ്ങോട്ട് കയറി കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഈ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് മേടിച്ച് കുടിക്കുകയാണെങ്കിൽ ചെറിയ തണുപ്പും കാറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല സുഖമായിരിക്കും കേട്ടോ. അങ്ങനെയൊരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓർക്കും നമ്മുടെ കുപ്പിയും ബോട്ടിലും ഒക്കെ അവിടെ മേടിച്ച് വെച്ചല്ലോ, അതുകൊണ്ട് നമുക്കവിടെ ചെന്നാൽ വെള്ളം പോലും കിട്ടത്തില്ലെന്നൊന്നും വിചാരിക്കേണ്ട. അവിടെ ചെന്നാൽ വെള്ളമൊക്കെ നമുക്ക് വാങ്ങിച്ച് കുടിക്കാനായിട്ട് കിട്ടും. അവിടെ പിന്നെ കാണാനായിട്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ക്ഷേത്രമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ കാണാനായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. ഈ പക്ഷിയുടെ ചിറക് വീണ് ഓരഞ്ഞ സ്ഥലവും, പിന്നെ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ കാൽപ്പാടുകളും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവിടെ കാണുവാനായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒത്തിരി വൈകി അവിടെ ചെന്നതുകൊണ്ട് ഞങ്ങളിതൊന്നും കാണാനായിട്ട് നിന്നില്ല. ഞങ്ങൾ ജഡായു ശില്പം ഒന്ന് കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ മടങ്ങി പോരുമായിരുന്നു. പിന്നെ ഈ ശില്പത്തിൻ്റെ അകത്ത് ഒരു മ്യൂസിയവും ഉണ്ട് കേട്ടോ. അതിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അതിലേക്ക് ആളുകളെയൊന്നും കയറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കതും കാണാനായിട്ട് പറ്റിയില്ല. ഇവിടുത്തെ റേറ്റ് ഇച്ചിരി കൂടുതലാണ് കേട്ടോ. ടിക്കറ്റിനും പാസും ഒക്കെ ഇച്ചിരി കൂടുതലാണ്. പിന്നെ രാവണൻ സീതയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിന് തടസ്സമായി നിന്ന ജഡായുവിനെ രാവണൻ ചിറക് വെട്ടിയേറ്റ് നിലത്ത് ഇടുന്നു. ആ ഐതിഹ്യമാണ് അത് നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റും. അത് തന്നെയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ശില്പം എന്നറിയപ്പെടുന്നതും ഇതാണ്. അപ്പം ഇത് നമ്മുടെ കേരളത്തിലുള്ളപ്പം നമ്മളൊന്ന് പോയി കണ്ടില്ല എങ്കിൽ അത് നമുക്ക് തന്നെ ഒരു കുറച്ചിലല്ലേ. അപ്പോൾ ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പക്ഷിയെ പോയി കാണണം. ഇതിൻ്റെ ശില്പം അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത്ര മനോഹരമായിട്ടാണ്. നേരെ ഒത്തിരി വൈകിയത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പിന്നെ നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. അത് കഴിഞ്ഞിട്ട് താഴെ വന്നിട്ട് പിന്നെ നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ അവരെടുക്കുമായിരുന്നു. ആ ഫോട്ടോയിൽ അവർ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കയറ്റി ആ ഫോട്ടോ ഒക്കെ നമ്മളെ കാണിക്കും. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഫോട്ടോ മേടിക്കാം, ഫ്രെയിം ചെയ്ത് മേടിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലേക്ക് അവർ അയച്ചു തരും. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളോടുണ്ടായിരുന്നു. പിന്നെ അവിടെയും ഒത്തിരി കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും കാണുവാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ടൊരു ഇച്ചിരി കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴേ ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഇതൊക്കെയാണ് കൊല്ലം ജില്ലയിലെ ചടായിമംഗലത്തെ വിശേഷങ്ങൾ. അപ്പം ഇനിയിപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.